ഇത് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഇപ്പം നമ്മൾ പല ആളുകളും ചോദിക്കുന്ന, ഞാനും പല വീട്ടിലും പ്ലാൻ പറയുമ്പോൾ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് കിട്ടിയോ? അത് നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ജോയിൻ ആവണം. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ അവരോട് ആളോട് ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്കറിയില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ടെക്നിക്കായിട്ട് ചിന്തിക്കാത്തത് കൊണ്ട്, തല അത്ര വർക്കാണ് ഉണ്ടായത് അന്നേരം. അപ്പം ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യം, ഈ പൈസകളൊക്കെ കിട്ടുമോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദിച്ച സമയത്ത് ആ സാറ് എന്നോട് പറഞ്ഞത് ഉറപ്പായിട്ടും കൊടുക്കുന്നു. പക്ഷെ എൻ്റെ ഇതിൽ വെച്ചാൽ എങ്ങനെയെങ്കിലും ജോയിൻ ആവാം, ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഈ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, സാറ് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും, എനിക്ക് മടിയുണ്ടായി സംസാരിക്കാൻ. അപ്പം എന്നോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല, പിന്നെ എങ്ങനെ ജോയിൻ ആയാൽ മതി എന്ന് വെച്ചാൽ ആള് ഫോം ബുക്ക് തന്നു. ഞാൻ സൈനെല്ലാം ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സൈൻ അവിടെ കൊടുക്കണത്. എൻ്റെ ഒരു സൈൻ എന്ന് പറയുമ്പോൾ കാണാൻ മാത്രമുള്ള ഒരു സൈനാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അത്രയും അടിപൊളിയാണ് സൈന്. കാരണം വരച്ച് പെണ്ണ് നന്നായിട്ട് പിടിക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഫോമൊക്കെ ഫില്ല് ചെയ്തപ്പോൾ അടുത്തൊരു ഇത്, അതായത് പ്രോഡക്റ്റ് എടുക്കണം അല്ലെ. നമ്മൾ നേരത്തെ പ്ലാൻ ബുക്കിൽ പറഞ്ഞു നമ്മൾ 1 ടൈം പർച്ചേസിംഗ് ആണ് നടത്തേണ്ടതെന്ന്. ആ 1 ടൈം പർച്ചേസിംഗ് നടത്തണം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എണീറ്റ് ഓടാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴാണ് പ്രോഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞത്. ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, സാറേ ഞാൻ അപ്പോഴത്തേക്ക് കരഞ്ഞു. കാരണം എനിക്ക് ഇതിനും ചാൻസ് ഇല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത്രയും വലിയൊരു അവസരം എൻ്റെ മുന്നിൽ എത്തിയിട്ട് എനിക്ക് ഇതിന് പോലും ചാൻസ് ഇല്ല. കാരണം ആ സമയത്ത് ഓലവീടാണ്, അതുപോലെ എൻ്റെ മോള് ഡിവോഴ്സാണ്, അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ അച്ഛനൊന്ന് ക്യാൻസറാണ്, എൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എനിക്ക് ഒരു അനിയത്തി, ഭിന്നശേഷി ആയിട്ടുള്ള ഒരു അനിയത്തി ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഇതിലുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്നോട് ഈ ബിസിനസ് 85-90 ലക്ഷം രൂപ ബാധ്യതയുണ്ട്. ഈ ബാധ്യതന്റെ ഇടയിലാണ് എന്നോട് ഇതിലേക്ക് വരണം, ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. അത് ഞാനത് കേട്ട സമയത്ത് ഞാൻ ആ പ്രോഡക്റ്റ് എടുക്കണം നോക്കാന്നെല്ലാം പറഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് പോയ സമയത്ത് അവിടുന്ന് ഫുൾ പോസിറ്റീവായിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരിക്കൽ പോലും നീ ഇത് ചെയ്യരുത്. അതായത് ആളെന്നോട് അന്നേരം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എപ്പോഴും സ്റ്റേജിൽ പറയട്ടെ, പറഞ്ഞത് ഇവിടെ പറയാൻ പാടില്ല, കാരണം അത്രയും തെറിയായിട്ടുള്ള ഒരു വാക്കാണ് ആള് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കിഡ്നി വേണമെങ്കിൽ തരാം, അത് വിറ്റിട്ട് നീ പിന്നെ ഉള്ള ഇത് എന്തെങ്കിലും തീർത്തോ. അപ്പൊ എനിക്കറിയാം കിഡ്നിക്കും വലിയ പൈസ ഒന്നും കിട്ടൂല, കാരണം വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് കുടിക്കുന്ന ഒരാളാണ് ആ സമയത്ത്. അപ്പൊ ഇത് എന്റെ മൈൻഡില് പിന്നെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും എന്നാലും എനിക്കറിയാം ആൾ അത്യാവശ്യം ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ ചിന്തിച്ച ഒരു കാര്യം വെച്ചാല് എനിക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസ് എൻ്റെ മനസ്സിൽ അത് തോന്നുകയാണ്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് എടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഇത്രയും ബാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയില്ല, നമുക്കൊരു അവസരം പല ആളുകൾക്കും എനിക്ക് തോന്നുന്നത് പാവപ്പെട്ടവനാവട്ടെ പണക്കാരാവട്ടെ എനിക്ക് തോന്നുന്നു ഒരുപാട് അവസരങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ അവസരങ്ങൾ നമ്മൾ ശരിക്കും ആ അവസരങ്ങളായിട്ട് എടുക്കണില്ല. അപ്പൊ നമ്മൾ പിന്നെയും ചിന്തിക്കുന്നത് ഇനിയും അടുത്തൊരു അവസരം നമുക്ക് വരും, ദൈവം നമുക്ക് ഇതല്ലെങ്കിൽ വേറെ വഴി കൊണ്ടെത്തിരും. അതാണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഈ അവസരം കിട്ടിയ സമയത്ത് ബോബി ചെമ്മൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ എനിക്കിഷ്ടമാണ്. കാരണം എൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ടായ സമയത്ത് ഞാൻ ആളെടുത്ത് പോവാനും ഇതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും മരുന്നൊക്കെ. പിന്നെ ഞാനത് എന്താ പറയാ, ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം കുറെ ആളുകളെ സഹായിക്കും, ഇതിനെക്കാട്ടിയും താഴോട്ടുള്ള ആളുകളും അവരുടെ സിറ്റുവേഷനിൽ ചിന്തിച്ചപ്പോൾ ഞാൻ വെച്ച് മതിയെന്ന്. പക്ഷെ എനിക്ക് ഈ ബോച്ചേനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്നെ ഒരിക്കലും ഇപ്പൊ നമുക്കറിയാലേ, നമ്മൾ സാധാരണക്കാരാവട്ടെ അസാധാരണക്കാരാവട്ടെ ആൾക്ക് നമ്മളെ പറ്റിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അല്ലെ. ഒരു 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് എന്ത് കാര്യമുണ്ട് എന്നാണ് ഞാൻ അന്നേരം ചിന്തിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഒരിക്കൽ പോലും ബോച്ചെ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താ പറയാ പറ്റിക്കൂല. അപ്പൊ അങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ധൈര്യമുണ്ട്. കാരണം ഒരുപാട് ജ്വല്ലറികൾ കോഴിക്കോടാവട്ടെ പല സ്ഥലത്തും ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് 2 കല്ലെങ്കിൽ എറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പൈസ വാങ്ങുന്ന അതിന് ഇടയാക്കിയിട്ടില്ല. പക്ഷെ എന്താ പറയാ അത്രയും ഒരു ധൈര്യം എനിക്ക് കിട്ടി. അതാണ് എൻ്റെ മനസ്സിൽ. കാരണം എൻ്റെ ഓർമ്മയില് ബോച്ചെ എന്ന് പറഞ്ഞൊരു വ്യക്തി ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അറിവിൽ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവളെ ഒരു പ്രോഡക്റ്റിന്റെ പൈസ എടുത്തിട്ട് അയാൾക്ക് മുങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ അത് ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നി ഞാൻ ഇന്നേ വരെ ഒരിക്കൽ പോലും
ഒരുപാട് നമ്മളെല്ലാവരും, നിങ്ങളാണെങ്കിലും ഒരു സമയം വരെ നമ്മൾ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിനും അല്ലെങ്കിൽ അവര് അങ്ങനെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും, ഇപ്പൊ മക്കൾ എന്ത് പറയുന്നോ അപ്പൊ നമ്മൾ പറയും ആ മക്കൾക്ക് അത്രയും വിദ്യാഭ്യാസം ഉള്ളത്, അവര് വരെ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആയിട്ട് നിൽക്കണം നമ്മള്. ഓക്കെ അല്ലെങ്കിലും അവനാണ് അത് പറഞ്ഞത്, കാരണം അവന് വിദ്യാഭ്യാസം ഉണ്ട്. അപ്പൊ അങ്ങനെ അവര് തീരുമാനത്തിനനുസരിച്ച് നമ്മൾ പോവാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പോയത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നി, ഞാൻ അത്രയും സമയമായിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇനി എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല. ഈ പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എനിക്കൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുണ്ട്. ഇത് എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അന്ന് ഞാൻ എന്താക്കി, ഒരു വൺ ടൈം പർച്ചേസിങ് നടത്താന്നുള്ളൊരു തീരുമാനം ആദ്യമായിട്ട് ഒരു 6 വർഷം മുന്നേ ഞാൻ എടുത്തു. ആ ഒരു തീരുമാനമാണ് കിജിക്കാർഡിൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിലും എനിക്ക് നിൽക്കാനുള്ള ഒരു അവസരമായിട്ട് എനിക്ക് കിട്ടിയത്. കാരണം ഈ പ്ലാനിൽ തന്നെ ഏത് സാധാരണക്കാർക്കും ജോയിൻ ആവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണ്ട, നമുക്കൊരു നല്ല ടീം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബോച്ചെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലെ പണിയെടുത്തു എനിക്ക് പൈസ ഉണ്ട്, എല്ലാവർക്കും ജോയിൻ ആവാൻ അവസരമുണ്ട്, പണിയെടുക്കാൻ മാത്രമേ പൈസ കിട്ടുള്ളൂ എന്നുള്ളത്. ഇത് തന്നെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊരു മനസ്സിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണം എൻ്റെ കൂടെ ആര് ജോയിൻ ആവും, നമ്മൾ എല്ലാ ആൾക്കാരും ചിന്തിക്കും, നിങ്ങൾക്കും ഉണ്ടാവും. അതായത് ഇതിൽ ആര് ജോയിൻ ആവും എന്നുള്ളൊരു സംഭവമാണ്. എൻ്റെ കൂടെ ഇത്രയും ആളുകൾ വരുമോ? ശരിക്കും അത് എന്നോട് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ ചോദിച്ച് ഞാൻ തന്നെ ഉത്തരം കണ്ടു. കാരണം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ പോലും എന്താ പറയാ, ഞാൻ വാങ്ങാത്ത, പൈസ വാങ്ങാത്ത, അല്ലെങ്കിൽ പൊന്ന് വാങ്ങാത്ത, എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീജ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ എപ്പോഴും ആളെ കൊണ്ട് പറയുന്നുണ്ട്. കാരണം ആളെ മോൾക്ക് ചെയിനൊക്കെ ഉണ്ട്, അവരമ്മ